പ്രമുഖർ, നേതാക്കൾ, സഹൃദയരായ ശ്രോതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആസ്തിക്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയം ഇവിടെ പരസ്യമടിച്ചത് മുതൽ അത് കണ്ട പല സഹൃദയരായ ശ്രോതാക്കൾക്കും നമ്മുടെ പ്രവർത്തകർക്കുമൊക്കെ വളരെയധികം ആശങ്കയുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഇതിൽ എന്ത് പറയും? അവരുടെ ആശങ്ക സ്വാഭാവികമാണ്. അതിനേക്കാൾ ഉപരി കൂടുതൽ ആശങ്ക എനിക്കുമുണ്ട്. വിഷയം അതിന്റെ മർമ്മത്ത് നോക്കി സംസാരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക വല്ലാതെ എന്നെ അലട്ടുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാന്യമായ രീതിയിൽ തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നല്ല നിലയിൽ സംസാരിക്കാൻ, നല്ല നിലയിൽ കേൾക്കുവാനും റഹ്മാനായ തമ്പുരാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അജയ്യനായ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുമുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ വാക്കിലോ ചിന്തയിലോ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ സഹൃദയരായ ശ്രോതാക്കൾ എന്നോട് ക്ഷമിക്കുകയും എനിക്കത് തിരുത്തി തരികയും ചെയ്യണമെന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ ആസ്തിക്യം, ഭൗതിക ലക്ഷ്യങ്ങൾ ഖുർആൻ കൊണ്ട് സമർത്ഥിക്കുക, ഭൗതിക ലക്ഷ്യങ്ങളും ഖുർആനും കൊണ്ട് സമർത്ഥിക്കുക എന്നതാണ് ഇവിടെ വിഷയം കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു ഹെഡിങ് തന്നെ നമ്മുടെ എല്ലാമായ ആദരണീയരായ തങ്ങളവർകൾ നൽകിയതാണ്. അവരുടെ അനുഗ്രഹവും ആശംസകളും ഒക്കെ കൊണ്ട് തന്നെ ഇത്തരമൊരു വിഷയം കൈകാര്യം ചെയ്യാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ശബ്ദം കുറവുണ്ടോ? ഇല്ല. DC ആയാൽ ഒന്ന് മിസ് കോൾ അടിക്കുക. കാരണം മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരുപാട് സംസാരിച്ചുകൊണ്ടെന്ന് ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദിന്റെ ക്ലാസ്സിന് ശേഷം കുറെ കഴിഞ്ഞിട്ട് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ യാതൊരു പ്രതികരണവും ആരുടെ ഭാഗത്ത് നിന്നും കാണാതായപ്പോൾ ഞാൻ കരുതി ഇതെന്ത് സംഭവിച്ചു. അവസാനം സുബൈർ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞത് എത്ര നിമിഷങ്ങൾ, കുറെ സമയങ്ങളായിട്ടുണ്ട് നിങ്ങൾ DC ആയിട്ടൊന്നും. അതുപോലെ ഞാൻ DC ആവുന്ന ഒരുപക്ഷെ ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് അറിയുന്നവർ എന്നെ ഒന്ന് മിസ് കോൾ അടിക്കുകയോ ഉണർത്തുകയോ ചെയ്യണമെന്ന് ഉണർത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു വിശാലമായ രീതിയിൽ ഒരു പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പതിവ് ശൈലിയിൽ നിന്നും വിട്ടിട്ടൊരു പ്രഭാഷണമാണ്, ഒരു സംസാരമാണ് ഇന്ന് ഞാൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. കാരണം പതിവ് ശൈലിയിൽ സ്പീഡ് കൂടുതലാണ് എന്നൊരു പരാതി പല ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സ്പീഡ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു മുരുട മൂർഖൻ പാമ്പ് വരെ എന്ന് പഴയ പ്രാസംഗികന്മാർ പ്രയോഗിക്കുന്ന അന്നത്തെ കാലത്ത് അവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വസ്തുക്കളല്ല, അതിലപ്പുറവുമുള്ള എല്ലാ വസ്തുക്കളും ഓരോ കാരണങ്ങളെ തേടുന്നുണ്ട്. ഓരോ വസ്തുവിനും അതുപോലെ തന്നെ വസ്തുതയ്ക്കുമെല്ലാം കാരണങ്ങൾ അന്വേഷിക്കുന്നവരാണ് എന്നെയും നിങ്ങളെയും പോലെയുള്ള മനുഷ്യർ. പരമാണു മുതൽ
നക്ഷത്രജാലങ്ങൾ വരെയുള്ള ചെറുതും വലുതുമായ പ്രാപഞ്ചിക വസ്തുക്കളൊക്കെയും ഇതിൽ നിന്നും ഒഴിവാകുന്നില്ല. ഓരോന്നിന്റെയും കാരണം നാം കണ്ടെത്തുമ്പോൾ, അല്ലെങ്കിൽ കണ്ടെത്തുന്നവർ ആ കാരണത്തിന്റെ കാരണം അന്വേഷിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അങ്ങനെ ഈ ശൃംഖല അനന്തമായി തുടർന്നു പോകുന്നില്ലേ എന്ന് നാം ചിന്തിക്കുക. അങ്ങനെ കാരണങ്ങൾ അന്വേഷിച്ച് നാം എത്തിച്ചേരുന്നത് അവസാനം ഒരു ശക്തിയിലാണ്. ആ ശക്തിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയപ്പെടുന്ന മഹാശക്തി. പ്രപഞ്ചത്തിലെ ഒരൊറ്റ പ്രതിഭാസവും കാരണം ആവശ്യമില്ലാത്തതായി നമുക്ക് കാണാൻ കഴിയില്ല. വലുതും ചെറുതുമായ എല്ലാ വസ്തുക്കളും കാരണം തേടുന്നു. അപ്പോൾ കാരണങ്ങൾ ആവശ്യമില്ലാത്ത പരാശക്തി എന്ന് പറയപ്പെടുന്ന പ്രപഞ്ചത്തിന് പുറത്തുള്ളതായിരിക്കണം. അത് പദാർത്ഥത്തിന് അതീതമായിരിക്കണം. പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സകല പ്രതിഭാസങ്ങളുടെയും അടിസ്ഥാന കാരണത്തെയാണ് ഇസ്ലാം അല്ലാഹു എന്ന് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു എന്ന് പറയപ്പെടുന്നത് കേവലമായ ഒരു ശക്തിയോ ഉണ്മയില്ലാത്ത ഊർജ്ജരൂപമോ മാത്രമാണെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവിന്റെ സത്ത എന്ന് പറയപ്പെടുന്നത്, ദൈവിക സത്ത എന്ന് പറയപ്പെടുന്നത് മനുഷ്യ വിശദീകരണത്തിന് അതീതമാണ്. മൈക്ക് ദൂരെ വെക്കണം. ഞാൻ മൈക്ക് ദൂരെ ഉള്ളത്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്ന ദിവ്യ വെളിപ്പെടുത്തലുകളിലൂടെ മാത്രമേ അല്ലാഹുവിന്റെ സത്തയെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും അറിയാനും കഴിയുകയുള്ളൂ. എങ്കിലും അവന്റെ ശക്തിയിൽ നിലനിൽക്കുന്ന പ്രാപഞ്ചിക വസ്തുക്കൾ അവന്റെ അസ്തിത്വത്തെയും സ്വഭാവത്തെയും ഒരു പരിധിവരെ വെളിപ്പെടുത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യരോട് സ്വതന്ത്രമായി ചിന്തിച്ചുകൊണ്ട് സൃഷ്ടാവിന്റെ അസ്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ വിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നാം നമ്മുടെ പള്ളിയുടെ മെഹ്റാബുകളിൽ നിന്നും വെള്ളിയാഴ്ച രാവുകളിലും വെള്ളിയാഴ്ചയുമൊക്കെ കേൾക്കുന്നത് അല്ലെങ്കിൽ ഓതുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർദി കൈഫ സുതിഹത്. ഒട്ടകത്തിന്റെ നേർക്കവർ നോക്കുന്നില്ലേ അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്, ആകാശത്തേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്, പർവ്വതങ്ങളിലേക്ക് അവയെങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്, ഭൂമിയിലേക്ക് അതെങ്ങനെ വിധാനിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉണർത്തുകയാണ്. തന്റെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പ്രാപഞ്ചിക സംവിധാനത്തിന് പിന്നിലെ മഹാചൈതന്യത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ കൽപ്പിക്കുന്നത്, ഉണർത്തുന്നത്. സ്വതന്ത്രമായി ചിന്തിക്കുന്നത് തന്നെ ദൈവനിഷേധത്തിലേക്ക് നയിക്കുമെന്ന മധ്യകാല ചർച്ചിന്റെ വീക്ഷണം ഇസ്ലാമിന് തികച്ചും അന്യമാണ് എന്ന് ഞാൻ പറയും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്ത് മനസ്സുപയോഗിച്ച് ചിന്തിക്കുവാനാണ് അല്ലാഹുവിന്റെ അസ്തിത്വത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്ന ഖുർആൻ സൂക്തങ്ങളും ആയത്തുകളും മനുഷ്യർ ആവശ്യപ്പെടുന്നത്. അന്ധമായി ദൈവവിശ്വാസിയാകാൻ പഠിപ്പിക്കുന്ന ഒരൊറ്റ സൂക്തം പോലും ഖുർആനിലില്ല. ഈ വിഷയത്തിൽ ഇസ്ലാമിനെ പോലെ ബുദ്ധിയെ പ്രവർത്തനക്ഷേമമാക്കിയ മറ്റൊരു മതവുമില്ലെന്നതാണ് സത്യം. തന്നിലേക്കും തന്റെ ചുറ്റുപാടിലേക്കും ദൃഷ്ടി ഉപയോഗിച്ച് പടച്ചവന്റെ അജയ്യതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ മനുഷ്യരോട് ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ സാധാരണക്കാരൻ മുതൽ ശാസ്ത്രജ്ഞൻ വരെയുള്ളവരെ ചിന്തിപ്പിക്കാൻ പര്യാപ്തമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രവാചകരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്
ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുൽ ലദീ എന്ന് തുടങ്ങുന്ന ആയത്ത്. സൃഷ്ടിച്ചവനായ നാഥന്റെ നാമം കൊണ്ട് വായിക്കാനാണ് കൽപ്പിക്കുന്നത്. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്ന അലക്ക് എന്ന് പറയപ്പെടുന്ന പദം. ഈ അലക്കിനെ സംബന്ധിച്ച് ഈജിപ്തിലുണ്ടായിരുന്ന മുത്തവല്ലി ഷഅറാവി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ തഫ്സീർ ഒരിക്കൽ ഒരു ചാനലിലൂടെ അദ്ദേഹം വിശദീകരിച്ചത് കേൾക്കാനിടയുണ്ടായി. അലക്ക് എന്ന് പറഞ്ഞാൽ ഖുർആൻ പ്രയോഗിച്ച ഒരു വസ്തു ഒട്ടിപ്പിടിച്ചാൽ, പറ്റിപ്പിടിച്ചാൽ അതിൽ നിന്നും വിട്ടുപോകാൻ പ്രയാസമുള്ള ഒരു വസ്തു. മുസ്ലിം സമൂഹം എന്നുമെന്നും അങ്ങനെയായിരിക്കണം. അലക്ക് എന്ന ഖുർആൻ പ്രയോഗം, അള്ളാഹു പ്രയോഗിച്ച ആ പ്രയോഗം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതവുമായി എന്നുമെന്നും ഒട്ടിപ്പിടിച്ച് യാതൊരു മാറ്റങ്ങൾക്കും തയ്യാറാകാതെ, അവന്റെ വിശ്വാസങ്ങൾക്ക് മാറ്റം വരുത്താതെ എന്നുമെന്നും അതിനോട് ഒട്ടിപ്പിടിച്ച് തന്നെ നിൽക്കണമെന്ന് ഒരു തഫ്സീർ മുത്തവല്ലി ഷഅറാവി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും അദ്ദേഹത്തെയും അവന്റെ സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലാരും? ഓക്കെ. മനുഷ്യരോട് സ്വതന്ത്രമായി സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നാം ഒന്നുമല്ലായിരുന്നു. പിന്നെ പിതാവിന്റെ ശരീരത്തിലെ കോടിക്കണക്കിന് ബീജങ്ങളിലൊന്നും മാതാവിന്റെ ശരീരത്തിലെ അണ്ടങ്ങളിലൊന്നുമായി തികച്ചും അപരിചിതമായ രണ്ട് ഭാഗങ്ങളായിരുന്നു ഞാനും നിങ്ങളും. മാർത്താവിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് ബീജവും അണ്ടവും ചേർന്ന് സിദ്ധാന്തമുണ്ടായി. അത് വളർന്ന് മൃദുലമായ ഒരു മാംസപിണ്ഡമായി. പിന്നീട് ഈ പിണ്ഡത്തിനകത്ത് അസ്ഥികൂടം രൂപപ്പെട്ടു. പ്രസ്തുത അസ്ഥികൾ പേശികളാൽ മറയ്ക്കപ്പെട്ടു. കണ്ണുകളും കാതുകളും നാക്കും മൂക്കും കൈകളും കാലുകളും എല്ലാം ഉണ്ടായി. അങ്ങനെ ഒരു ദിവസം നാം ഭൂമിയിലേക്ക് വന്നു. ഇവിടത്തെ കോടിക്കണക്കിന് മനുഷ്യരിൽ ഒരാളായി നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകളുണ്ട്. ഈ വ്യവസ്ഥകളെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. അസ്ഥിയും ചംക്രമണവ്യൂഹവും മൂത്രവ്യൂഹവും പ്രത്യുൽപാദന വ്യൂഹവും അന്തസ്രാവ്യങ്ങളുമെല്ലാം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത്. അപരിചിതങ്ങളായ ബീജത്തെയും അണ്ടത്തെയും പരസ്പരം സംയോജിപ്പിച്ച് സിദ്ധാന്തമുണ്ടാക്കി അതിൽ നിന്ന് നമ്മെ പടിപടിയായി വളർത്തിക്കൊണ്ട് വന്നവരാരോ അവൻ തന്നെയാണ് ഈ വ്യവസ്ഥകളെ നിയന്ത്രിച്ച് നടത്തിക്കൊണ്ടുവരുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ശരീരത്തിൽ ചെയ്തിരിക്കുന്നത്. സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സാധാരണക്കാരനും മനുഷ്യ ശരീരത്തെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞനും ഒരുപോലെ സൃഷ്ടാവിന്റെ വൈഭവം അനുഭവിച്ചറിയുന്നു. അള്ളാഹുവിനെ നിഷേധിക്കാൻ ഈ മനസ്സിലാക്കുന്ന വ്യക്തികൾക്കോ ശക്തികൾക്കോ വിഭാഗങ്ങൾക്കോ ആവുമോ? ഒരിക്കലുമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശദീകരിച്ചത് ലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ ثم جعلناه في قرار مكين ثم جعلنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين لقد خلقنا الإنسان من سلالة من طين
തീർച്ചയായും മനുഷ്യനെ കളിമണ്ണിന്റെ സത്തയിൽ നിന്ന് നാം സൃഷ്ടിച്ചു. പിന്നീട് ഒരു ബീജമായിക്കൊണ്ട് അവനെ നാം ഭദ്രമായ ഒരു സ്ഥാനത്ത് വെച്ചു. പിന്നെ ആ ബീജത്തെ നാം ഒരു ഭ്രൂണമായി രൂപപ്പെടുത്തി. അനന്തരം ആ ഭ്രൂണത്തെ നാം ഒരു മാംസപിണ്ഡമായി രൂപപ്പെടുത്തി. തുടർന്ന് നാം ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടമായി രൂപപ്പെടുത്തി. എന്നിട്ട് നാം അസ്ഥികൂടത്തെ മാംസം കൊണ്ട് പൊതിഞ്ഞു. പിന്നീട് മറ്റൊരു സൃഷ്ടിയായി നാം അവനെ വളർത്തിയെടുത്തു. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അള്ളാഹു എത്രയോ ഔന്നത്യമുള്ളവനാണ്, അനുഗ്രഹപൂർണവാനായിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്നും വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും അള്ളാഹു ചോദിക്കുന്നു മറ്റൊരായത്തിൽ, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങൾ ശ്രവിക്കുന്ന ശുക്ലത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് സൃഷ്ടിച്ചുണ്ടാക്കുന്നത്, അതല്ല നാമാണോ? പെറ്റുവീഴുന്ന കുഞ്ഞിന് ആവശ്യമായതെല്ലാം സൃഷ്ടാവ് അവന് ചുറ്റും ഒരുക്കി വെച്ചിരിക്കുന്നു. കരയുമ്പോൾ തൊണ്ട വരളാതിരിക്കുവാനുള്ള സംവിധാനം, ശരീരത്തിന്റെ ഊഷ്മാവ് നിലനിർത്തുവാനുള്ള സംവിധാനം, ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ആവശ്യമായ സംവിധാനം, ഓക്സിജൻ വലിച്ചെടുക്കുവാനും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുവാനും ആവശ്യമായ സംവിധാനങ്ങൾ, ഇങ്ങനെ എന്തെന്ത് സംവിധാനങ്ങൾ സൃഷ്ടാവ് നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. കുഞ്ഞിനാകെ ആവശ്യമായ സമീകൃതാഹാരം തയ്യാർ ചെയ്യുന്നത് മാതാപിതാക്കളെയാണ്. കുഞ്ഞിന് കൊടുക്കാൻ മുലപ്പാലിനോളം നല്ലൊരു ആഹാരം ഇല്ലെന്ന് ലോകത്തെ ശാസ്ത്രജ്ഞന്മാർ ഇന്ന് വിളിച്ചു പറയുന്നില്ലേ? കുഞ്ഞിന്റെ വളർച്ചയ്ക്കും പ്രതിരോധത്തിനാവശ്യമായ എല്ലാ പോഷക മൂല്യങ്ങളും മുലപ്പാലിൽ അടക്കിയിരിക്കുന്നു. മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടിക്ക് അല്പം പ്രായമാകുന്നതോടുകൂടി കുട്ടിക്ക് നൽകാൻ ആവശ്യമായ പോഷക സമൃദ്ധമായ ഭക്ഷ്യവസ്തുക്കളും അവന്റെ ചുറ്റും ലഭ്യമാകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആടുകളും മാടുകളും അവയുടെ പാലും. പശുവിന്റെയും എരുമയുടെയും മറ്റും പാൽ കുടിക്കുമ്പോൾ മാത്രമല്ല, വലിയവർക്കും പോഷണം നൽകുന്ന ഗുണസമ്പുഷ്ടമായ ഒരു ആഹാരമാണ് പാല് എന്നുള്ളത്. പാലിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നത് പശുവിൻ പാലിൽ 87.2% വെള്ളവും 3.7% കൊഴുപ്പും 4.2% പഞ്ചസാരയും 3.5% പോഷകങ്ങളും മറ്റ് ഒട്ടേറെ ധാതുക്കളും ജീവകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ആടുകളുടെയും മാടുകളുടെയും ശരീരത്തിൽ മനുഷ്യനാവശ്യമായ പാൽ നിർമ്മിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ ചെയ്തു വെച്ച ശക്തി ആരാണ് സഹോദരങ്ങളെ? അവയല്ല, ആടുമാടുകളല്ല, അതിനെ ഊറ്റിക്കുടിക്കുന്ന ഞാനും നിങ്ങളുമല്ല, അവയും നമ്മളെയും സൃഷ്ടിച്ച തമ്പുരാൻ തന്നെയാണെന്ന ഉത്തരമാണ് ഈ ചോദ്യത്തിന് പാൽക്കാരൻ ക്ഷീര ഗവേഷണം നൽകാനുള്ളത് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. ഖുർആൻ പറയുന്നത് നാം ഒന്ന് ശ്രദ്ധിക്കുക. സൂറത്തുൽ മുഅ്മിനൂന്റെ 21-ാമത്തെ ആയത്ത്, ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റതൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ വലക്കും ഫീഹാ മനാഫിഉ കസീറത്തുൻ വമിൻഹാ തഅകുലൂൻ. ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, നിശ്ചയമായും മൃഗങ്ങളിൽ, കന്നുകാലികളിൽ ഒരു ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, അവയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നാം കുടിക്കാൻ തരുന്നു. വലക്കും ഫീഹാ മനാഫിഉ കസീറ, നിങ്ങൾക്ക് അവയിൽ ധാരാളം പ്രയോജനങ്ങളുണ്ട്. വമിൻഹാ തഅകുലൂൻ, അവയിൽ നിന്ന് മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു. വീണ്ടും ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കുന്നത് നാം ഒന്ന് പരിശോധിക്കുക. സൂറത്തുൻ നഹലിന്റെ 66-ാമത്തെ ആയത്ത്, وَإِنَّ لَكُمْ فِي الْأَنْعَامِ لَعِبْرَةً نُسْقِيكُم مِّمَّا فِي بُطُونِهِ مِن بَيْنِ فَرْثٍ وَدَمٍ لَبَنًا خَالِصًا سَائِغًا لِّلشَّارِبِينَ. കാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട്. അവയുടെ ഉദരങ്ങളിൽ ഉള്ളതിൽ നിന്ന് കാറ്റത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഖകരമായ ശുദ്ധമായ പാൽ നിങ്ങൾ കുടിക്കാനായി നാം നൽകുന്നു.
ഈ പാല് വരുന്നത് എവിടെയെന്ന കാഷ്ടത്തിന്റെയും രക്തത്തിന്റെയും ഇടയിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മൃഗത്തിലൂടെ ഈ പാൽ, മൃഗത്തിൽ നിന്നും ഈ പാലിനെ നമുക്ക് തരുന്നത്. ഇത് ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ശക്തിയെക്കുറിച്ച് നാം എന്താ പറയുക? ഇത് പ്രപഞ്ചത്തിന്റെ വികൃതിയെന്നോ പ്രകൃതിയുടെ വികൃതിയെന്നോ? നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ള സസ്യലതാദികളെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന സൃഷ്ടാവിന്റെ വൈഭവം നമുക്ക് ബോധ്യമാവുന്നു. നമുക്കറിയാം, പച്ചിലകളാണ് ഭൂമിയുടെ ഭക്ഷ്യനിർമ്മാണശാല. വേരുകൾ വെള്ളവും വളവും വലിച്ചെടുക്കുന്നു. അവ കാണ്ഡത്തിലൂടെ ഇലകളിലേക്ക് എത്തിച്ചേരുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് അവ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നു. ഇവയെല്ലാം കൂടി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഇലകളിൽ ഹരിതകത്തിൽ ഗ്ലൂക്കോസായി മാറുന്നു. ഈ സംവിധാനത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രജ്ഞന്മാര് പറയുന്നത് പ്രകാശ സംയോജനം എന്നാണ്. പ്രകാശ സംയോജനത്തിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും അടിസ്ഥാന ഭക്ഷണം. ഈ ഗ്ലൂക്കോസ് ചേർന്ന ഭക്ഷണമാണ് ജന്തുക്കളും ഒക്കെ ഭക്ഷിക്കുന്നത്. ജന്തുക്കൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് പകരം ജന്തുക്കൾക്ക് ആവശ്യമായ ഓക്സിജൻ പുറത്തുവിടുക എന്ന പ്രവർത്തനം കൂടി പ്രകാശ സംയോജനത്തോടൊപ്പം നടക്കുന്നുണ്ട് എന്ന് ശാസ്ത്രം പറയുന്നു. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും നിലനിൽപ്പ് പരസ്പരം ചേർന്നിട്ടുള്ളതാണ്. ജന്തുക്കളില്ലെങ്കിൽ സസ്യങ്ങൾക്കോ, സസ്യങ്ങളില്ലെങ്കിൽ ജന്തുക്കൾക്കോ നിലനിൽപ്പില്ല. സസ്യജാലങ്ങളുടെ നിലനിൽപ്പിന് പിന്നിൽ കൃഷിക്കാരനും സസ്യശാസ്ത്രജ്ഞനും ഒരുപോലെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നു, സൃഷ്ടാവിന്റെ അസ്തിത്വം അനുഭവിച്ചറിയുന്നു. വിശുദ്ധ ഖുർആൻ ഇത് ചോദിക്കുന്നുണ്ട് കൃഷിക്കാരന് മനസ്സിലാക്കാനും സാധാരണക്കാരന് മനസ്സിലാക്കാനും. അഫറഅയ്തും മാ തഹറുസൂൻ അഅൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. സൂറത്തുൽ വാഖിഅ 63, 64 ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? നിങ്ങളാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത്, അതല്ല നാമാണോ അത് മുളപ്പിച്ച് വളർത്തുന്നത്? വിത്ത് കുഴിച്ചിടുന്ന കൃഷിക്കാരൻ അത് മുളച്ച് വളർന്ന് ഉൽപാദനക്ഷമമാകുന്ന പ്രക്രിയയിൽ മൗലികമായ യാതൊരു പങ്കുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിത്തിന്റെ ബീജകോശങ്ങളിൽ, ജീനുകളിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യവസ്ഥയനുസരിച്ച് സസ്യങ്ങൾ വളർന്ന് വലുതാകുന്നു, അത് മുളച്ചുണ്ടാകുന്നു. അങ്ങനെ ഓരോ സസ്യങ്ങൾക്കും വ്യത്യസ്തമായ സംവിധാനങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. എല്ലാ സസ്യങ്ങളും വ്യത്യസ്തങ്ങളായ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളർത്തി വലുതാക്കുന്നു. ഇത് കൃഷിക്കാരൻ ഇതിൽ ചെയ്യുന്ന പങ്കെന്ത? അതിന്റെ വിത്തിനെ ഭൂമിയിലിട്ട് മുളപ്പിക്കുന്നു. അത് മുളപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നത് പടച്ച തമ്പുരാനാണ് എന്നത് മനസ്സിലാക്കുക. അല്ലാഹുവാണ് മുളപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. ينبت لكم به الزرع والزيتون والنخيل ينبت لكم به الزرع والزيتون والنخيل والعنب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. ينبت لكم به الزرع, വെള്ളം കൊണ്ട് ധാന്യവിളകളെ ഉണ്ടാക്കുന്നു. വസ്സൈത്തൂൻ,
ഒലിവിനെയും വന്നഹയിൽ ഈത്തപ്പനയെയും വല്ലഅന മുന്തിരിയെയും അവൻ നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നു. അല്ലാഹുവാണ് ഇതെല്ലാം മുളപ്പിച്ചു തരുന്നത്. എല്ലാത്തരം ഫലവർഗ്ഗങ്ങളും അവൻ ഉൽപ്പാദിപ്പിച്ചു തരുന്നു. ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതിൽ പാഠം ഉൾക്കൊള്ളാനുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ചിന്തിക്കാനും കൂടുതൽ കൂടുതൽ പഠിക്കാനും വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ചിന്തിക്കണം. ഓരോ വസ്തുവിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അജയ്യതയെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബിസിയായോ? ബിസിയായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് കാർഷിക വിളകളുടെയും അതുപോലെ ജന്തുവർഗ്ഗങ്ങളുടെയും എല്ലാം നിലനിൽപ്പിനാവശ്യമായ സജ്ജീകരണങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമിയിൽ പ്രകൃതിയിൽ തന്നെ സംവിധാനിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നത് 23.5 ഡിഗ്രി സെൽഷ്യസ് ചെരിഞ്ഞിട്ടാണ്. ഈ ചെരിവാണ് ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. ഋതുഭേദങ്ങൾ ഭൂമിയെ കൃഷിക്ക് പറ്റിയ ഗ്രഹമാക്കി മാറ്റുന്നത്. ഭൂമിയെ ജീവിതയോഗ്യമാക്കുന്നതിൽ മഴയ്ക്കുള്ള പങ്ക് അതിപ്രധാനമാണ്. ഭൂമിയിലെ സമുദ്രങ്ങളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും സൂര്യതാപമേറ്റ് വെള്ളം നീരാവിയായി മാറി അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾക്ക് ചുറ്റും പറ്റിക്കൂടി നീരാവി ഘനീഭവിക്കുന്നു. കുറേയേറെ നീണ്ടതും സങ്കീർണവുമായ പ്രക്രിയയിലൂടെ ഇങ്ങനെ ഘനീഭവിച്ച മേഘങ്ങളിൽ നിന്നും മഴയുണ്ടാകുന്നു എന്ന് കണ്ടുപിടിക്കപ്പെട്ട ആകാശഗോളങ്ങളിൽ വെച്ച് ഭൂമിയൊഴിച്ച് മറ്റൊന്നിലും ഈ രൂപത്തിൽ മഴയുണ്ടാകുന്നില്ല. ഭൂമിയിൽ മാത്രമാണ് ഇങ്ങനെ മഴ ലഭിക്കുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിർത്താൻ വേണ്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിച്ച പ്രത്യേക സംവിധാനമാണ് മഴയെന്ന വസ്തുത. കാലാവസ്ഥാ നിരീക്ഷകനും അതുപോലെ കർഷകനും ശാസ്ത്രജ്ഞനും ഒരേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. മഴയോടനുബന്ധിച്ചുണ്ടാകുന്ന ഇടിമിന്നൽ പോലും ഭൂമിയുടെ കാർഷിക വിളകൾക്ക് ഗുണകരമാണെന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിലെ നൈട്രജന് സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നൈട്രജൻ സംവിധാനങ്ങളാക്കുന്നു. ഇങ്ങനെ നൈട്രജൻ ആക്കി മാറ്റുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഇടിമിന്നലാണ്. ഒരു മിനിറ്റ് സഹോദരങ്ങളെ, ഞാനിപ്പോ വരാം. ഭൂമിയിലെ കൃഷികൾക്ക് ആവശ്യമായി വരുന്ന ഒന്നാണ് ഇടിമിന്നൽ, മഴയോടൊപ്പം വരുന്ന ഇടിമിന്നൽ. ഈ ഇടിമിന്നലിന്റെ പ്രവർത്തനം കൊണ്ട്, മിന്നലിന്റെ പ്രവർത്തനം കൊണ്ട് ലഭ്യമാകുന്നത് ഭൂമിയിലെ കൃഷികൾക്ക് വേണ്ടുന്ന വളമാണ്. കൃഷിക്ക് എത്ര വളം വേണോ അതെല്ലാം മറ്റു വളങ്ങൾ ഇട്ടില്ലെങ്കിൽ തന്നെയും സ്വാഭാവികമായിട്ടും ഈ മിന്നലിലൂടെ ലഭ്യമാകും. ലോകത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാസവളങ്ങളുടെ 10 ഇരട്ടിയാണ് ഒരു മിന്നലിലൂടെ ലഭിക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായിട്ട് ഈ ഇടിയെയും മിന്നലിനെയും ഒക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തുന്നു. ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيى به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്
ഇടിയും മിന്നലും. വിശുദ്ധ ഖുർആൻ പറഞ്ഞ പ്രയോഗം ഭയവും ആശയവും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ കാണിച്ചു തരുന്നതും ആകാശത്തു നിന്ന് വെള്ളം ചൊരിയുന്നതും അതുമൂലം ഭൂമിക്ക് അതിന്റെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം ജീവൻ നൽകുകയും ചെയ്യുന്നത് അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. തീർച്ചയായും ഇതിൽ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഭൂമിയുടെ അന്തരീക്ഷമാണ് നമുക്കെല്ലാം ഇവിടെ ജീവിക്കാൻ വേണ്ട സുരക്ഷിതത്വം പ്രദാനം ചെയ്യുന്ന മറ്റൊരു ഘടകം. സൂര്യനിൽ നിന്ന് വരുന്ന മാരകമായ അൾട്രാ വയലറ്റ് രശ്മികളുടെയും മറ്റും തടഞ്ഞു നിർത്തുകയും നിർദോഷികളും ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായതുമായ രശ്മികളെ കടത്തിവിടുകയും ചെയ്തുകൊണ്ട് ഭൂമിക്ക് മുകളിൽ അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഓസോൺ പാളികളാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നത്. ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്ന ഉൽക്കകളെ ഘർഷണം മൂലം കരിച്ചുകളഞ്ഞ് നശിപ്പിക്കുകയും അന്തരീക്ഷം തന്നെയാണ്. അന്തരീക്ഷം എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഒരു മേൽക്കൂരയായി വസിക്കുന്നുണ്ട്. ഈ മേൽക്കൂരയ്ക്ക് താഴെ ജീവിക്കുന്ന നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ അറിയാൻ അന്തരീക്ഷത്തിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിക്കപ്പെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കുന്നു, അല്ലദീ ജഅലകുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ ആയത്ത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലദീ ജഅല ലകുമുൽ അർദ ഫിറാശ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയായും ഉപരിലോകത്ത് മേൽക്കൂരയുമായും ഉപരിഭാഗത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നാഥൻ. അതിനാൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുതേ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 22-ാമത്തെ ആയത്താണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന നമ്മുടെ സഹജീവികളിൽ ഓരോന്നും സൃഷ്ടാവിന്റെ വൈഭവം വിളിച്ചോതുന്നവയാണ്. പ്രാണികളിലെ എഞ്ചിനീയർ എന്ന് വിശേഷിപ്പിക്കാവുന്ന തേനീച്ചകളെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ചിന്തിക്കുന്നവർക്ക് സർവശക്തന്റെ ആസ്തിക്കും ബോധ്യമാവും. കുറഞ്ഞ മെഴുകും കുറഞ്ഞ അധ്വാനവും ഉപയോഗിച്ചുകൊണ്ട് ഉറപ്പിന് അല്പം പോലും കോട്ടം തെറ്റാതെ ഏറ്റവും കൂടുതൽ അറകൾ ഉണ്ടാക്കാൻ തേനീച്ചകൾക്ക് സാധിക്കും. തേനീച്ചക്കൂടുകളുടെ വ്യവസ്ഥതകളും അതിന്റെ പ്രവർത്തനങ്ങളും കൃത്യമായ ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. തേനീച്ച സമൂഹത്തിൽ കാണപ്പെടുന്ന തൊഴിൽ വിഭജനം അത്ഭുതകരമാണ്. തേൻ ശേഖരിക്കാൻ വേണ്ടിയിട്ട് അതിന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു വിഭാഗത്തെയാണെങ്കിൽ പ്രത്യുൽപാദനം നടത്താൻ വേണ്ടിയിട്ട് മറ്റൊരു വിഭാഗത്ത് നിശ്ചയിച്ചിരിക്കുന്നു. കൂടുണ്ടാക്കാൻ തേനീച്ചയ്ക്ക് കൂടുണ്ടാക്കാൻ ഒരു വിഭാഗമുണ്ടെങ്കിൽ കൂടുകാക്കാൻ മറ്റൊരു വിഭാഗത്തെയും ഒരുക്കിയിരിക്കുന്നു. ഇങ്ങനെ തേനീച്ച സമൂഹത്തിലെ തൊഴിൽ വിഭജനം തങ്ങളുടെ ബാധ്യതകൾ ജീവൻ ബലികഴിച്ചും നിർവഹിക്കാൻ തേനീച്ചകൾ അവ തമ്മിലുള്ള ആശയവിനിമയ രീതിയും വ്യത്യസ്തമാണ്. തേൻ തേടി പുറത്തു പോകുന്ന തേനീച്ച തിരിച്ചെത്തിയ ശേഷം തേനിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മറ്റു തേനീച്ചകൾക്ക് വിവരം നൽകാൻ ഒരു പ്രത്യേക രീതിയിലുള്ള നൃത്തം ഉപയോഗിക്കുന്നുണ്ട്. ആ നൃത്തത്തിലൂടെയാണ് മനസ്സിലാക്കുന്നത്. ആ നൃത്തത്തിന് ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഒക്കെ പറയുന്നത് വിങ്കിൾ ഡാൻസ്. വിങ്കിൾ ഡാൻസ് എന്ന് അറിയപ്പെടുന്ന ഒരു നൃത്തത്തിന്റെ രൂപത്തിലാണ് തേനീച്ച നൃത്തം ചെയ്യുന്നതെന്നാണ്. വൃത്തങ്ങളുടെ ആകൃതിയും ചരിവും കണ്ട് മറ്റു തേനീച്ചകൾ തേനിരിക്കുന്ന സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ടെന്നും അത് ഏത് ദിശയിലാണെന്നും മനസ്സിലാക്കുന്നു എന്ന്. അവ വിസർജിക്കുന്ന തേൻ ഒരു സിദ്ധ ഔഷധമാണ്. എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേൻ എന്ന് പറയപ്പെടുന്ന. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിപ്പിച്ചിരിക്കുന്നത് നോക്കണേ. തേനീച്ചയ്ക്ക് ഈ കഴിവുകളൊക്കെ തന്നെയും സ്വന്തമായി ഉണ്ടായിച്ചേർന്നതല്ല, അത് വളർത്തിയെടുത്തതല്ല. അതിന്റെ വളരെ ചെറിയ മസ്തിഷ്കം ഉപയോഗിച്ച് ചിന്തിച്ച കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തേനീച്ചയ്ക്ക് കഴിയുകയുമില്ല. പിന്നെ ആരാണ് ഈ കഴിവുകൾ ഈ തേനീച്ചയ്ക്ക് നൽകിയത്? ഒരേ ഒരു ഉത്തരം മാത്രമാണ് അതിന് നൽകാൻ കഴിയുന്നത്. ഇത്രയും കൃത്യനിഷ്ഠതയോടുകൂടി തേനീച്ചയെ സൃഷ്ടിച്ച അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യക്തമാക്കിയത് എത്രയോ പരമാർത്ഥം. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, وأوحى ربك إلى النحل أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس إن في ذلك لآية لقوم يتفكرون. അതെ, ബഹുമാനപ്പെട്ട തങ്ങളവர்கள் വിശുദ്ധ ഖുർആൻ നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ പേ ചെയ്ത് തന്നിട്ടുണ്ട്. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, നിന്റെ നാഥൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തേനീച്ചയ്ക്ക് വഹീ നൽകുകയും ചെയ്തിരിക്കുന്നു. മലകളിലും മരങ്ങളിലും മനുഷ്യൻ കെട്ടിയുയർത്തുന്നവയിലും നീ പാർപ്പിടങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുക. പിന്നെ എല്ലാത്തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചുകൊള്ളുക. സുമ്മ കുലി മിൻ കുല്ലി തമറാത്തി ഫസ്ലുകി സുബ്ല റബ്ബിക്, എന്നിട്ട് നിന്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗത്തിൽ നീ പ്രവേശിച്ചുകൊള്ളുക. അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള പാനീയം പുറത്തു വരുന്നു. അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട്. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അതാണ് ഈ ഖുർആൻ വചനത്തിന്റെ പൊരുൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തേനീച്ചയ്ക്ക് വഹി നൽകി, നിർദ്ദേശം നൽകി തേനീച്ചയ്ക്ക് ചെയ്യേണ്ട കർമ്മങ്ങളും കർത്തവ്യങ്ങളുമെല്ലാം വളരെ ഭംഗിയായി നിർവഹിക്കാൻ വേണ്ടി അല്ലാഹു തആല നിർദ്ദേശം നൽകിയ വിവരമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ കലാമായ ഖുർആനിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഏത് ജീവികളെടുത്താലും സ്ഥിതി ഇത് തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ ജീവികൾക്കും വ്യത്യസ്തമായ പ്രവർത്തന മണ്ഡലങ്ങളും അതുപോലെ അതിന് ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളും കർത്തവ്യങ്ങളുമൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സൃഷ്ടിയുടെയും കൈകടത്തലില്ലാതെ, മനുഷ്യ കൈകടത്തലില്ലാതെ, അതിനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ലാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെ ഇതൊക്കെ തന്നെയും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോ ജീവികളെടുത്ത് പരിശോധിച്ചാലും, കരയിൽ ജീവിക്കുന്ന ജീവിയാകട്ടെ, വലുതും ചെറുതുമായ ജീവിയാകട്ടെ, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാകട്ടെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളാകട്ടെ, ഇവയെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആസ്തിക്യത്തെ വിളിച്ചോതുന്നു എന്നത് വ്യക്തമാണ്. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ വമിൻഹും മൻ യംശി അലാ അർബഇൻ യഖ്ലുഖുല്ലാഹു മൻ യശാഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്ത് നൂറിലെ 45-ാമത്തെ ആയത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാം, എല്ലാ ജന്തുക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, ഉദരത്തിന്മേൽ വയറിന്മേൽ ഇഴഞ്ഞു നടക്കുന്ന ജീവികളിലെ പാമ്പുകൾ വയറിന്മേൽ ഇഴഞ്ഞു നടക്കുന്നു. പല്ലി അങ്ങനെ എത്രയെത്ര ജീവികളെ നമുക്ക് കണ്ടെത്താൻ കഴിയും വയറിൽ മാത്രം ഇഴഞ്ഞു നടക്കുന്ന കാലുകളില്ലാതെ. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ, ഇരുകാലികളായി ജീവിക്കുന്ന മനുഷ്യരില്ലേ, രണ്ടു കാലിൽ നടക്കുന്ന ജീവികളില്ലേ. വമിൻഹും മൻ യംശി അലാ അർബഇൻ, 4 കാലിന്മേൽ നടക്കുന്ന ജീവികളില്ലേ. ഇതിലൊക്കെ തന്നെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വ്യത്യസ്തമായ രീതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെയൊക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നു. അതിനു വേണ്ടുന്ന നിയമങ്ങളും അതെങ്ങനെ ജീവിക്കണമെന്നും
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇതിന്റെയൊക്കെ തന്നെയും ജീവിതം വ്യത്യസ്തമല്ലേ? ഇതിന്റെയൊക്കെ തൊഴിലുകളും വ്യത്യസ്തമല്ലേ? അല്ലാഹു തആല ഒന്നിനെയും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാത്തിനും ഓരോരോ കാരണങ്ങളുണ്ട്. അതിനെയൊക്കെ സൃഷ്ടിച്ച് തമ്പുരാന് മാത്രമാണ് അതറിയുന്നത്. നമുക്കറിയാം, സർപ്പം, ഇഴജന്തു, അതിന്റെ വിഷമെങ്ങാനും നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ, ഏറ്റുകഴിഞ്ഞാൽ നാം ഒന്നുകിൽ മരിച്ചു പോകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ വരുന്ന വിഷാംശങ്ങൾ മുഴുവനും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യർ, അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ, ഇതിനൊക്കെ തന്നെയും അതിന്റെ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ചതാണ് ഈ പാമ്പെന്ന് പറയപ്പെടുന്ന വർഗത്തെ. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല. എനിക്കറിയാം, ഞാനും നിങ്ങളും എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിനിടയിൽ നാം എത്ര പാമ്പുകളെയാണ് പുറത്തു വെച്ച് കാണുന്നത്. ചേര എന്ന് പറയപ്പെടുന്ന സാധനത്തിന് ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. പാമ്പിനെ നമ്മൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ കണ്ടെത്തുകയുള്ളൂ. കാരണം എന്താ? ഈ പാമ്പ് നമ്മെ ഉപദ്രവിക്കാനല്ല. പാമ്പ് അത് സ്വന്തമായിട്ട് എങ്ങനെയെങ്കിലും അത് ജീവിച്ചു പോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ നിർദ്ദേശമനുസരിച്ച് അതിന്റെ കടമകളും കർത്തവ്യങ്ങളും പാലിച്ചുകൊണ്ട് ജീവിച്ചു പോകണം. ഇതിനിടയിലെങ്ങാനും ഒരു മനുഷ്യൻ വല്ലപ്പോഴും അതിന്റെ മുന്നിൽ ചെന്ന് വിട്ടാൽ അത് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വിടുന്ന പാടുണ്ടെങ്കിൽ അതിനെ ഉപദ്രവിക്കുമ്പോൾ അത് തിരിച്ചുപദ്രവിക്കുന്നു. അതിനെ ഏൽപ്പിക്കപ്പെട്ട ജോലി അത് കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞുകൂടുകയാണ്. ഓരോ ജീവികളെക്കുറിച്ചും എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാം, കടലാമ എന്ന് പറയപ്പെടുന്ന ഒരു ജീവി, കടലിൽ വസിക്കുന്ന കടലാമ വർഷത്തിലോ മറ്റോ പുറത്തേക്ക് വന്നിട്ട് മുട്ടയിടുന്നു. മുട്ടയിടാൻ വേണ്ടി വരുന്നത് എല്ലാവരും ഒഴിഞ്ഞു പോയ ശേഷം കടലിന്റെ പുറം ഭാഗത്ത്, എല്ലാവരും കടലിന്റെ ഭാഗത്ത് നിന്നും നീങ്ങിയ ശേഷം അത് പുറത്തേക്ക് വരുന്നു, മണലിലേക്ക് വരുന്നു. മണലിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടാകുന്ന മണല് നീക്കം ചെയ്തിട്ട് ആ മണലിനുള്ളിലേക്ക് മുട്ട ഇടുകയാണ്. അതിന്റെ കൃത്യമായ സമയം കഴിയുമ്പോൾ ആ മുട്ടകൾ വിരിഞ്ഞ് പുറത്തേക്ക് അത് വരുന്നു. നേരെ ആ കുഞ്ഞുങ്ങൾ അങ്ങോട്ടാ പോവാ. അത് നേരെ പോകുന്നത് കടലിലേക്കാണ്. ഇനി നിങ്ങൾ ഈ മുട്ടയെല്ലാം പെറുക്കിയെടുത്തുകൊണ്ട് 150 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടുവന്ന് കുഴിച്ചിട്ടാൽ ഈ മുട്ടകൾ വിരിയുന്ന സമയത്ത് ഈ കടലാമ കുഞ്ഞുങ്ങൾ മറ്റു ഭാഗത്തേക്ക് പോകില്ല. നേരെ കടലിനെ ലക്ഷ്യം വെച്ച് തന്നെ അത് സഞ്ചരിക്കും. ആരാണ് ഇതിന് പഠിപ്പിച്ചു കൊടുത്തത്? ഈ കടലാമ കുഞ്ഞുങ്ങളോട് നിങ്ങൾ കടലിലേക്ക് തന്നെ പോകണം, നിങ്ങളുടെ വാസസ്ഥലം കടലാണ്. അത് അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ് എന്ന് എല്ലാവരും മുട്ടുമടക്കി സമ്മതിക്കുന്ന സത്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിനെ പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെയാണ്. ഓരോ ജീവികളും നമുക്കറിയാം. ഇനി കാണ്ടാമൃഗം എന്ന് പറയപ്പെടുന്നൊരു ജീവിയെ പരിശോധിച്ചു നോക്കൂ. മലബാർ ഭാഗത്ത് എന്താ പറയുക, അതിന് കാണ്ടാമൃഗം എന്നാണോ കാട്ടിയെന്നോ? ഈ കാട്ടി എന്ന് പറയുന്നതും കാണ്ടാമൃഗം എന്ന് പറയുന്നതും ഒന്നാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും ഈ കാണ്ടാമൃഗത്തിനെ കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ, കാണ്ടാമൃഗത്തിന് അതിന്റെ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കാണ്ടാമൃഗം അതിന്റെ തള്ളയിൽ നിന്നും ഓടി അകലും. അത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ തള്ളയിൽ നിന്നും അത് ഓടി അകലുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കുറെ കഴിഞ്ഞിട്ടേ ഇത് പെട്ടെന്ന് ഈ തള്ളയുടെ അടുക്കലേക്ക് വരികയുള്ളൂ. എന്താ സംഭവം? ഈ കാണ്ടാമൃഗം പ്രസവിച്ച തള്ളയുടെ അടുക്കൽ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ നാവ് കൊണ്ട് ഇതിനെ നക്കും. ഈ കുഞ്ഞിനെ നക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന്റെ പുറത്തുള്ള ശരീരത്തിലുള്ള തൊലിയെല്ലാം നീങ്ങിപ്പോകും. ആരാണ് ഈ കാണ്ടാമൃഗത്തിന്റെ കുട്ടിക്ക് ഇത്തരം സന്ദേശം നൽകിയത്? നീ നിന്റെ തള്ളയുടെ അടുക്കൽ നിന്നാൽ നിന്റെ തൊലി അടർന്നു പോകും, അതുകൊണ്ട് നീ ഓടി ഒളിക്കണം. ഉറപ്പിച്ചു പറയാം, എല്ലാവരും സമ്മതിക്കുന്ന നഗ്നസത്യം, ഇതിനെ സൃഷ്ടിച്ച സൃഷ്ടാവായ തമ്പുരാൻ ഒരു ശക്തിയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു ജല്ല ജലാലു, അവൻ എത്രയോ ഉന്നതൻ. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും റഹ്മാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. റഹ്മാനായ റബ്ബിന്റെ ആസ്തിക്യത്തെ മനസ്സിലാക്കാൻ റഹ്മാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അല്ലാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്കുണ്ട്. നമ്മൾ കാണുന്ന ഏതൊരു ജീവി എടുത്താലും
നമുക്ക് പടച്ചവന്റെ ചൈതന്യം അവിടെ കണ്ടെത്താൻ കഴിയും. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളെയും കോഴിയെയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിന് ഭക്ഷണങ്ങൾ കൊത്തിയിട്ടുകൊണ്ട് തള്ളക്കോഴി വിളിക്കുന്നു. ഒരു പ്രത്യേക സിഗ്നൽ, നമുക്കാർക്കും മനസ്സിലാകാത്തൊരു ഭാഷ. ആ ഭാഷയിൽ വിളിക്കുമ്പോൾ ഒന്നുമറിയാത്ത കൊച്ചുകുഞ്ഞുങ്ങൾ ആ തീറ്റയെടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നു. ഇനിയെങ്ങാനും ഒരു കാക്കയോ പരുന്തോ മറ്റെന്തെങ്കിലും ഏതെങ്കിലും ദൂരഭാഗത്തുകൂടി സഞ്ചരിക്കുന്നതായിട്ട് തള്ളക്കോഴിക്ക് മനസ്സിലായാൽ പ്രത്യേകം ഒരു സിഗ്നൽ നൽകുന്നു. ആ സിഗ്നൽ കേൾക്കുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങളെല്ലാം ഓടി തള്ളിയുടെ ചിറകിനടിയിലേക്ക് ഒളിക്കുന്നു. ആരാണ് സഹോദര ഇത് പഠിപ്പിച്ചു കൊടുത്തത്? ഇതാരാണ് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്? റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ? അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവല്ലേ? ഈ കാണുന്ന സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അസീയത എത്ര ഉന്നതമാണ്. അല്ലാഹുവിനെ കുറിച്ച് നാം പഠിക്കണം, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണം. അല്ലാഹുവേ എത്രയോ കാരുണ്യവാനാണ്. ഓരോ ജീവികളിലും നാം എടുത്ത് പരിശോധിച്ചാൽ ഇങ്ങനെ പലതും നമുക്ക് കണ്ടെത്താൻ കഴിയും. എത്രയെത്ര ജീവജാലങ്ങൾ, കണ്ണിൽ കാണുന്നതും കാണാത്തതുമായ ജീവജാലങ്ങൾ. ജന്തുലോകത്തെക്കുറിച്ച് പഠിച്ചാൽ തന്നെ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അതിനെക്കുറിച്ച് വായിച്ചാൽ നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. അള്ളാഹുവിന്റെ അജയ്യത, അള്ളാഹുവിന്റെ ആസ്തിക്യം ഇവിടെയൊക്കെ തന്നെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എത്രയെത്ര ജീവികളാണ് സാദൃശ്യമുള്ളത്. നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കരയിൽ കാണുന്ന ഒരു ജീവിയാണ് ആന. ആനയ്ക്ക് തുല്യമായിട്ട് ആനയെപ്പോലെ തോന്നുന്ന മറ്റൊരു ജീവിയുണ്ട്. ആർക്കെങ്കിലും അറിയോ? ചെറിയൊരു ജീവി. ആർക്കെങ്കിലും അറിയോ? ഒന്ന് ടെസ്റ്റ് അടിക്കുക. ഇല്ല. കൊതുക്. കുഴിയാനല്ല, കൊതുക്. ആനയും കൊതുകും. ആനയ്ക്ക് കാലുണ്ട്. അതെ അതെ, കൊതുക് എന്ന് പറയപ്പെടുന്ന സാധനം. കൊതുക് എന്നല്ലേ, കുടകല്ല. കൊതുക് എന്ന് പറയും. കൊതു. തുമ്പിക്കൈയുണ്ടല്ലോ. ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ടെങ്കിൽ ഇതിന് കുത്തിയെടുക്കാൻ, ബ്ലഡ് വലിച്ചെടുക്കാനുള്ള ഒരു സാധനം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ആനയ്ക്ക് മസ്തിഷ്കമുണ്ടെങ്കിൽ ഈ കൊതുകിനും മസ്തിഷ്കമുണ്ട്. ആനയ്ക്ക് ചെവിയുണ്ടെങ്കിൽ കൊതുകിന് പറക്കാനുള്ള ചിറകുകൾ കൊടുത്തിട്ട് പഠിക്കുന്നു. സംവിധാനങ്ങളെല്ലാം ഒന്നു തന്നെ. മസ്തിഷ്കം ഇതിനുമുണ്ട് എന്ന് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വ്യക്തമാക്കുന്നു. ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കി ഓരോ സൃഷ്ടികളെയും സൃഷ്ടിച്ചിരിക്കുന്ന റഹ്മാനായ തമ്പുരാൻ നാം എത്ര കണ്ട് പടച്ചവനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പഠിച്ചാലും തീരും സഹോദരങ്ങളെ. അപ്പൊ നാം ഓരോ ജീവികളും ഇങ്ങനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും നമുക്ക് കഴിയും. മനുഷ്യരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് ആകാശഗോളങ്ങളായ സൂര്യനും ചന്ദ്രനും എന്നെന്നും മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? സൂര്യോദയവും അതുപോലെ തന്നെ അസ്തമയവുമായിരുന്നു പുരാതന മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയിരുന്നെങ്കിൽ സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും അതിന്റെ സ്ഥാനവുമെല്ലാമാണ് ആധുനിക മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നത്. സൗരാന്തര ഭാഗത്ത് ഊഷ്മാവ് ഏകദേശം 65 ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ശാസ്ത്രം പറയുന്നു. ഒരു ചതുരശ്ര ഇഞ്ചിൽ അവിടെ അനുഭവപ്പെടുന്ന മർദ്ദം 1 ലക്ഷം പൗണ്ട്. ഒരു ചതുരശ്ര മീറ്ററിന് 703.1 ലക്ഷം കോടി കിലോഗ്രാം ആണെന്ന് സൗരയൂഥത്തിലെ ഊർജത്തിന്റെ സ്രോതസ്സായ സൂര്യന്റെ ഊർജോത്പാദനം നടക്കുന്നത്. ഈ ഊർജോത്പാദനം നടക്കുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴി എന്നാണ്.
എന്താ ന്യൂക്ലിയർ ഫ്യൂഷൻ? ഹൈഡ്രജൻ ബോംബിൽ നടക്കുന്ന പ്രവർത്തനത്തെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞാൽ, ഓരോ സെക്കൻഡിലും സൂര്യനിൽ ആയിരക്കണക്കിന് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തെക്കുറിച്ച് ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ 10,000 വർഷത്തേക്ക് ഭൂമിക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഒരു സെക്കൻഡ് നേരം സൂര്യനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം കൊണ്ട് സാധിക്കും. മനസ്സിലായോ? 10,000 വർഷത്തേക്ക് ഭൂമിക്ക് മുഴുവൻ ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ എന്താണോ വേണ്ടത് അതൊക്കെ തന്നെ ഒരു സെക്കൻഡ് നേരത്തെ സൂര്യൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം കൊണ്ട് സാധിക്കുമെന്ന് ആധുനിക ശാസ്ത്രം വ്യക്തമാക്കുന്നു. ക്ഷീരപഥം, മിൽക്കി വേ, ശ്രദ്ധിക്കുക, കളറടികളൊക്കെ വന്ന് പെട്ടെന്ന് മനസ്സിലാണ്. ഈ മിൽക്കി വേയിലെ ഗാലക്സി സമൂഹത്തിലെ ഒരംഗമാണ് സൂര്യൻ. നമ്മുടെ ഈ മിൽക്കി വേ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ സഹോദരങ്ങൾ കേട്ട് പരിചയമുണ്ടാവും. നമ്മുടെ പൊന്നുരുന്നി കുഞ്ഞഹമ്മദ് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് കുറെ കാര്യങ്ങൾ കഴിഞ്ഞ ദാറുസുന്ന സമ്മേളനത്തിൽ ഇങ്ങനെ ശാസ്ത്രീയമായി കുറെ കാര്യങ്ങൾ പറഞ്ഞു. കേൾക്കാൻ നല്ല രസമുള്ള പ്രസംഗമാണ് അദ്ദേഹത്തിന്റെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന് നമ്മുടെ പണ്ഡിതന്മാർക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഈ ഗാലക്സി സമൂഹത്തിലെ താരസമൂഹത്തിലെ കേന്ദ്രത്തിൽ ഏകദേശം 32,000 പ്രകാശവർഷം അകലെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ അതിന്റെ താരസമൂഹത്തെ അതിന്റെ കേന്ദ്രമായ വൃത്താകാരമായ പഥത്തിലൂടെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഭ്രമണത്തിന്റെ വേഗത സെക്കൻഡിൽ 250 കിലോമീറ്ററാണ്. താരസമൂഹ കേന്ദ്രത്തെ ഒരു പ്രാവശ്യം ചുറ്റാൻ സൂര്യൻ എടുക്കുന്ന സമയത്തിന് 25 കോടി വർഷം. എത്ര? 25 കോടി വർഷം എന്ന് പറഞ്ഞാൽ ഇതിന് പറയപ്പെടുന്ന 25 കോടി വർഷത്തിന് ഒരു കോസ്മിക് വർഷം, കോസ്മിക് ഇയർ എന്നാണ് പറയുന്നത്. ഇങ്ങനെ സൂര്യനെക്കുറിച്ച് പഠിക്കുന്തോറും സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അജയ്യത കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചു വെച്ച കണക്കുകൾക്കനുസരിച്ച് മാത്രമാണ് അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് യാതൊരു സംശയവുമില്ല. വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. നാം എപ്പോഴും ഓതുന്ന ഖുർആൻ സൂറത്ത് യാസീൻ. സൂര്യൻ അതിന് സ്ഥിരമായുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു, അത് ഒഴുകുന്നു. വശംസു തജ്രീ നീന്തുന്നു, അല്ല ഒഴുകുന്നു, അല്ലെങ്കിൽ സഞ്ചരിക്കുന്നു. ഇതിനെയൊക്കെ സംവിധാനിച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്ര ഉന്നതൻ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടതുണ്ട്. വഹുവ അല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവൻ രാത്രിയെയും പകലിനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ചു. ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സൂറത്തുൽ അംബിയയിലെ 33-ാമത്തെ ആയത്താണ്. പ്രപഞ്ചത്തിന്റെ വിസ്തൃതിയും അതിൽ നമ്മുടെ സ്ഥാനവും അറിയുന്ന മനുഷ്യൻ തീർച്ചയായും സൃഷ്ടാവിന് മുന്നിൽ സുജൂദിലായി പോകും. അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അവനിലേക്ക് അടുക്കാനും റഹ്മാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആയിരക്കണക്കിന് ക്ലസ്റ്ററുകളുണ്ട്.
ഓരോ ക്ലസ്റ്ററിലും ആയിരക്കണക്കിന് ഗാലക്സികൾ, ഓരോ ഗാലക്സിയിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ, പൾസറുകൾ, കോൾസറുകൾ, നെബുലകൾ, തമോഗർത്തങ്ങൾ. ഈ ഗാലക്സികളിലൊന്നായ മിൽക്കി വേയിലെ ഒരംഗമാണ് സൂര്യൻ. ഈ സൂര്യന്റെ വ്യാപ്തി ഒരു സെക്കൻഡ് सब में चेक करना, सब चार्ज लेके जितना है ऊपर से जितना गाड़ी है जो इसमें चेक करके डाल. മിൽക്കി വേയിലെ ഒരു അംഗമാണ് സൂര്യൻ എന്ന് ഞാൻ പറഞ്ഞു. ഈ സൂര്യന്റെ വ്യാപ്തി, സൂര്യന്റെ വലിപ്പം എത്രത്തോളം ഉണ്ട്? പതിമൂന്നര ലക്ഷം ഇരട്ടിയാണ് സൂര്യൻ ഭൂമിയേക്കാൾ. ഭൂമിയുടെ 13.5 ലക്ഷം ഇരട്ടി. ഏകദേശം 13.5 ലക്ഷം ഭൂമികളെ സൂര്യനുള്ളിൽ അടക്കി വെക്കാമെന്നർത്ഥം. 13.5 ലക്ഷം ഭൂമികളെ എടുത്ത് സൂര്യനിൽ കൊണ്ടുവച്ചാൽ അത് ഫില്ലാവും വ്യാപ്തിയിൽ. അതെ, 13.5 ലക്ഷം ഭൂമികളെ എടുത്തു കൊണ്ടുവന്ന് സൂര്യനിൽ വെച്ചാൽ സൂര്യൻ ഫില്ലാവും. സൂര്യന്റെ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങളും മിൽക്കി വേയിലുണ്ട് എന്ന് പറയുന്നു. ഒരു ഇടത്തരം നക്ഷത്രമായ സൂര്യനും അതിനു ചുറ്റും ചുറ്റിത്തിരിയുന്ന 9 ഗ്രഹങ്ങൾ, സൂര്യനെയും ഗ്രഹങ്ങളെയും കൂടാതെ ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ക്ഷുദ്രഗ്രഹങ്ങൾ, ഉൽക്കകൾ, ഇവയെല്ലാം സൗരയുധത്തിലെ അംഗങ്ങളാണ് എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. 9 ഗ്രഹങ്ങളിലൊന്നാണ് ഭൂമി. ഭൂമിയിലെ ആയിരക്കണക്കിന് ജീവജാലങ്ങളിലൊന്നാണ് ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന മനുഷ്യവർഗം. ക്ലസ്റ്ററുകളെയും ഗാലക്സികളെയും നക്ഷത്രങ്ങളെയും സൂര്യനെയും ഗ്രഹങ്ങളെയും ഭൂമിയെയും ജീവജാലങ്ങളെയും മനുഷ്യനെയും എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹാശക്തിക്ക് മുന്നിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവുകളും ശക്തിയും എത്രമാത്രം നിസ്സാരമാണെന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്. അവയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഈ ബോധം മനുഷ്യനെ സൃഷ്ടാവിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാൻ കാരണമാകുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നമ്മെ അടുപ്പിക്കുമാറാവട്ടെ. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറ്റത്തിലും മനുഷ്യർക്ക് ഉപകാരപ്രദമായ വസ്തുക്കളായി കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലിലും ആകാശത്ത് നിന്ന് അല്ലാഹു മഴ ചൊരിഞ്ഞു തന്നിട്ട് നിർജീവാവസ്ഥയ്ക്ക് ശേഷം ഭൂമിക്ക് അത് മുഖേന ജീവൻ നൽകിയതും കാറ്റുകളുടെ ഗതിക്രമത്തിലും ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ച് നയിക്കപ്പെടുന്ന മേഘത്തിലും ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ബഖറയുടെ 164-ാമത്തെ ആയത്ത്. എത്ര ആയത്തുകൾ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കാനും അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുമൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഖുർആനിലൂടെ നമ്മെ ഉണർത്തുന്ന പഠിപ്പിച്ചു തരുന്നുണ്ട്.
അവലം യൻദുറൂ ഫീ മലകൂതിസ് സമാവാതി വൽ അർദ് വമാ ഖലഖല്ലാഹു മിൻ ശൈഇൻ വഅന്ന സാഅൻ യകൂന ഖദ് ഇഖ്തറബ. ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യം അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനെ പറ്റിയും അവരുടെ അവധി അടുത്തിട്ടുണ്ടായിരിക്കാം. മാഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സുബൈർ ഉസ്താദ് പെട്ടെന്ന് അതുപോലെ നമ്മുടെ തങ്ങളവറുകൾ ആയത്തുകളൊക്കെ വളരെ പെട്ടെന്ന് എടുത്ത് നമ്മുടെ ക്ലാസ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്ര ആയത്തുകൾ. ഖലഖല്ലാഹു സമാവാതി വൽ അർള ബിൽ ഹഖ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. സൂറത്ത് അൻകബൂത്ത് 44. ആകാശഭൂമികളുടെ ആധിപത്യ രഹസ്യത്തെ പറ്റിയും അള്ളാഹു സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനെ പറ്റിയും അവരുടെ അവധി അടുത്തുണ്ടായിരിക്കാം എന്ന് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞു. അടുത്ത ആയത്ത് അള്ളാഹു പറഞ്ഞത് ഖലഖല്ലാഹു സമാവാതി വൽ അർള ബിൽ ഹഖ് ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുഅ്മിനീൻ. ഉപരിലോകങ്ങളും ഭൂമിയും ആകാശവും ഭൂമിയും മുറപ്രകാരം അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. തീർച്ചയായും സത്യവിശ്വാസികൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. ആർക്കാണ് ഇതിൽ ദൃഷ്ടാന്തം? ആർക്കാണിത് പഠിക്കാനുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ആരോടാണ് അള്ളാഹു പറയുന്നത്? കൂടുതൽ അടുക്കാനും അള്ളാഹുവിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരാനും പഠിക്കാനും താല്പര്യമുള്ള സത്യവിശ്വാസികൾക്ക്. ഈ സത്യവിശ്വാസികൾക്ക് ഇതിലൊക്കെ പാഠമുണ്ട്. അതുകൊണ്ട് ചിന്തിക്കുക, പഠിക്കുക. പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർവശക്തനായ അള്ളാഹുവിന്റെ അസ്തിത്വം സ്ഥാപിച്ച വിശുദ്ധ ഖുർആൻ ബഹുദൈവ സങ്കല്പത്തിൽ നിരർത്ഥകതയിലേക്ക് വിരൽ ചൂണ്ടുന്നതും പ്രകൃതിയിലെ താളക്രമങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഓരോ വ്യവസ്ഥകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യത്യസ്ത ജന്തുജാലങ്ങൾ തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാക്കാം. ചെറുതും വലുതുമായ ജന്തുക്കൾ പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ജന്തുക്കളും സസ്യങ്ങളും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ആശ്രയിക്കുന്നു. ജന്തുക്കളില്ലെങ്കിൽ സസ്യങ്ങൾക്കോ, സസ്യങ്ങളില്ലെങ്കിൽ ജന്തുക്കൾക്കോ നിലനിൽപ്പില്ല. ഇങ്ങനെയാണ് ഭൂമി സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ജീവികൾക്കും വ്യത്യസ്ത സൃഷ്ടാവുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവ തമ്മിലുള്ള പാരസ്പര്യം നിലനിൽക്കുമായിരുന്നില്ലേ? സസ്യങ്ങളുടെ സൃഷ്ടാവും ജന്തുക്കളുടെ സൃഷ്ടാവും, മൃഗങ്ങളുടെ സൃഷ്ടാവും മനുഷ്യരുടെ സൃഷ്ടാവും. ഒരു സൃഷ്ടികൾക്ക് ഒരു ദേവൻ അല്ലെങ്കിൽ ഒരു ദേവി. ഇങ്ങനെയൊക്കെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരുന്നുവെങ്കിൽ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. ദൈവത്തിന് സന്താനങ്ങളുണ്ടെന്ന് പറയുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്ത് മനസ്സിലാക്കണം? വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു, വമത്തഖല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ ഇദൻ ലദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅ്ദുഹും അലാ ബഅ്ദിൻ സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സൂറത്ത് മുഅ്മിനൂൻ 91. സൂറത്ത് മുഅ്മിനൂൻ 91-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതാണ്, വമത്തഖല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹിൻ. അള്ളാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം യാതൊരു ദൈവവും ഉണ്ടായിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഓരോ ദൈവവും താൻ സൃഷ്ടിച്ചതുമായി പൊയ്ക്കളയുമായിരുന്നു. എനിക്ക് മൃഗങ്ങൾ വേണം, എനിക്ക് ഒരു വിഭാഗം ജന്തുക്കൾ വേണം. അങ്ങനെ ഓരോരുത്തരും ഓരോ വിഭാഗവുമായിട്ട് തങ്ങളെ സൃഷ്ടിച്ചതുമായിട്ട് പോകുമായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, എല്ലാ ജീവികളും പരസ്പരം ബന്ധപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയാണ്. ഒന്നുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നുണ്ട്. ഈ താളക്രമം പ്രാപഞ്ചിക വ്യവസ്ഥയിലുടനീളം കാണപ്പെടുന്നു എന്നാണ് വസ്തുത. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണമായ ആറ്റത്തിനകത്തെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എന്ന് വേണ്ട എന്തെല്ലാമുണ്ടോ അവയൊക്കെ തന്നെയും പരസ്പരം വിസ്മയാവഹമാണ്, നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഈ സ്ഥൂല പ്രപഞ്ചത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. പ്രാപഞ്ചിക നിയമങ്ങളുടെ ഐക്യരൂപവും അവയെല്ലാം സൃഷ്ടിച്ചത് ഒരേ ഒരു സൃഷ്ടാവ് തന്നെയാണെന്ന വസ്തുത വ്യക്തമാക്കുന്നതാണ്. വ്യത്യസ്ത ദൈവങ്ങളായിരുന്നു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നും
വ്യത്യസ്ത പ്രതിഭാസങ്ങൾക്ക് പിന്നാലെ അവ തമ്മിൽ താളപ്പൊരുത്തം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇത് വ്യത്യസ്തങ്ങളായ ഇലാഹുകളാണ് സൃഷ്ടിച്ചതെങ്കിൽ ഇതെങ്ങനെ പരസ്പരം യോജിച്ചു കഴിയും? സ്ഥലകാല നൈരന്തര്യത്തിൽ ദ്രവ്യമുണ്ടാകുന്ന വളവുകളാണ് പ്രപഞ്ചത്തിൽ ഇന്ന് കാണപ്പെടുന്ന പ്രതിഭാസങ്ങളെല്ലാം അടിസ്ഥാന കാരണമെന്ന് ഐൻസ്റ്റൈന്റെ ആപേക്ഷിക സിദ്ധാന്തം അംഗീകരിച്ചാൽ വ്യത്യസ്ത പ്രാപഞ്ചിക വസ്തുതകളെല്ലാം പ്രസ്തുത നിയമത്തിന് വിധേയനാക്കിയ ഏകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു ജല്ല ജലാലുഹുവിന്റെ ആസ്തിത്വം നമുക്ക് അംഗീകരിക്കേണ്ടി വരും. ഒരു സെക്കൻഡ്. ഒരൊറ്റ പ്രാപഞ്ചിക വസ്തു പോലും പ്രസ്തുത നിയമത്തിനെതിരാണെന്ന് ഐൻസ്റ്റൈൻ സിദ്ധാന്തിച്ചത്. വ്യത്യസ്ത ആകാശഗോളങ്ങൾക്ക് വ്യത്യസ്ത സൃഷ്ടാക്കളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ അവ തമ്മിൽ കൂട്ടിയിടിച്ച് എന്നോ നശിച്ചു പോകുമായിരുന്നു. ആകാശം സൃഷ്ടിച്ചത് ഒരാൾ, ഭൂമി സൃഷ്ടിച്ചത് മറ്റൊരാൾ, നക്ഷത്രം സൃഷ്ടിച്ചത് വേറൊരാൾ. എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ കാണുന്ന ഈ പ്രപഞ്ചം എന്നോ നശിച്ചു പോകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രപഞ്ചത്തിന്റെ ആധിപത്യത്തിൽ ഒന്നിലേറെ ശക്തികൾ പങ്കുണ്ടായിരുന്നുവെങ്കിൽ അവരുടെ താൽപര്യങ്ങൾ തമ്മിലുള്ള സംഘട്ടനം പ്രപഞ്ചത്തിന്റെ ആകെ നാശത്തിന് കാരണമാകുമായിരുന്നു. ഈ വസ്തുതയിലേക്ക് വിശുദ്ധ ഖുർആൻ സൂചന നൽകുന്നത് നാമൊന്ന് ശ്രദ്ധിക്കുക. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് രണ്ടും തകരാറാവുമായിരുന്നു. അല്ലാഹു അല്ലാത്ത ഇലാഹ് ലോകത്തുണ്ടായിരുന്നുവെങ്കിൽ, ഇലാഹുകൾ ഉണ്ടാകുമായിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന്റെ അവസ്ഥ തന്നെ മൊത്തത്തിൽ താറുമാറാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന വളരെ യാഥാർത്ഥ്യമാണ് അല്ലേ? എല്ലാം തരിപ്പണമാകുമായിരുന്നു, എന്നോ നശിച്ചു പോകുമായിരുന്നു. അർശിന്റെ ഉടമസ്ഥനായ അല്ലാഹു എത്രയോ ഉന്നതനാകുന്നു, എത്രയോ പരിശുദ്ധനാകുന്നു. സൂക്ഷ്മവും സ്ഥൂലവുമായ സകലമാന വസ്തുക്കളുടെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും സർവശക്തനും അല്ലാഹുവാണ്. ഇതൊരു കുലദൈവത്തിന്റെയോ ഗോത്രദൈവത്തിന്റെയോ പേരല്ല. എല്ലാ ദേശക്കാരുടെയും ഭാഷക്കാരുടെയും വർഗക്കാരുടെയും യഥാർത്ഥമായ ദൈവത്തിന്റെ പേരാണ് അല്ലാഹു എന്നുള്ളത്. സൃഷ്ടാവും പ്രപഞ്ചകർത്താവുമായി ദൈവത്തിന് വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത പേരുകളിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സംസ്കൃതത്തിൽ പരബ്രഹ്മം എന്ന് പറയപ്പെടുന്നു, പരമാത്മാവെന്ന് പറയപ്പെടുന്നു. ഇത് സർവശക്തനും സർവലോക സൃഷ്ടാവുമായ ദൈവത്തിന് പറയുന്ന പേരാണ്. ഉപനിഷത്തുകളുടെ വിവരങ്ങൾ വായിച്ചാലും ബോധ്യമാകുന്നതും അതുപോലെ തന്നെ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമം, പല പേരുകളിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അഭിസംബോധന ചെയ്തതായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എൽ എന്ന് കാണാം, എലോഹി എന്ന് കാണാം, എൽ ഷദ്ദായി എന്ന് കാണാം, എൽ എലോൻ എന്ന് കാണാം, അഡോണായി എന്ന് കാണാം, യാഹ്, യഹോവ തുടങ്ങിയ നാമങ്ങളെല്ലാം സർവശക്തനായ ദൈവത്തിന്, സർവശക്തനായ അല്ലാഹുവിനെ നൽകിയിട്ടുള്ളതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഭാഷയായ അരാമിക് ഭാഷ അതിൽ എഴുതപ്പെട്ടതായി കാണുന്നില്ല. എങ്ങനെയാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബോധന ചെയ്തതെന്ന് മനസ്സിലാക്കാൻ നിർവാഹമില്ല. എങ്കിലും ഇലാഹി എന്ന് വിളിച്ചിട്ടുണ്ട് എന്നാണ് ഈ ബൈബിളിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്.
സർവശക്തരും സർവലോക സൃഷ്ടാവുമായ ദൈവത്തെ വിളിക്കുവാൻ ഖുർആൻ പ്രയോഗിച്ച പദം അല്ലാഹു എന്നാണ്. സകലവിധ ആരാധനകളുടെയും അർഹൻ, യഥാർത്ഥത്തിൽ ആരാധനയ്ക്ക് അർഹൻ. അത് തന്നെയല്ലേ നമ്മുടെ കിതാബുകളിലൊക്കെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥ ആരാധനയ്ക്ക് അർഹനായ ഒന്നിന് പറയപ്പെടുന്ന പേരാണ്, യഥാർത്ഥ മഅബൂദായിട്ടുള്ള ഒന്നിന് പറയപ്പെടുന്ന പേരാണ് അല്ലാഹു എന്ന്. ആ റബ്ബുൽ ഇസ്സത്തിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും സർവാധിനാഥനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. കൂടുതൽ കൂടുതൽ നാം പഠിക്കുക. ഈ ലോകത്ത് ഒരേ ഒരു സൃഷ്ടാവുള്ളൂ എന്നും ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചത് ഒരേ ഒരു സൃഷ്ടാവാണെന്നും അവന് പിതാവില്ലെന്നും പുത്രനില്ലെന്നും സന്താനങ്ങളില്ലെന്നും ഭാര്യയില്ലെന്നും ഒക്കെ നാം വിശ്വസിക്കുന്നു. ഏകൻ മാത്രമാണ് എന്ന് നാം വിശ്വസിക്കുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി ശാസ്ത്രീയ സത്യങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാനും നിങ്ങളുമൊക്കെ മുസ്ലിമീങ്ങളാണ്, അള്ളാഹുവിനെ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹു ഏകനെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് അപവാദമായിട്ട് എതിരായിട്ട് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ഖുർആനൊക്കെ പഠിച്ചവർ തന്നെയും ഇതിൽ നിന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പിഴപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ കൂടുതൽ പഠിക്കുവാനും പടച്ചവനെ കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്. കൂടുതൽ കൂടുതൽ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് പറയാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ആസ്തിക്യം എന്ന വിഷയം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, എന്റെ കഴിവിന് ചെറിയ രീതിയിൽ കഴിയുന്ന എന്റെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഉസ്താദുമാർ, സഹോദരങ്ങൾ, ശ്രോതാക്കൾ ഉണർത്തണമെന്നും കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള തൗഫീഖിനായി ദുആ ചെയ്യണമെന്നും ഉണർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഈ ലോകത്ത് നമ്മുടെ മുമ്പിലുള്ള വിശുദ്ധ ഖുർആൻ, തഫ്സീറുകൾ, മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയ തഫ്സീറുകൾ യഥാവിധം മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ഖുർആനെ ഗ്രഹിക്കാനും നമുക്ക് നാഥൻ തൗഫീഖ് നൽകട്ടെ. പരിഭാഷകളുടെ പിന്നാലെ പോയി തഫ്സീറുകൾക്ക് വിരുദ്ധമായ ആശയങ്ങൾ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കണം. ഈ വിശുദ്ധമായ റമദാനിൽ ദീനിനെ കുറിച്ച് പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചർച്ച ചെയ്യാനും കിട്ടിയ അവസരങ്ങൾ നാം മുതലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും രാജസയ്യിദുമായ തമ്പുരാനെ, അള്ളാഹുവെ, നിന്റെ പരിശുദ്ധമായ റമദാനിൽ നിന്റെ അജയ്യതയെക്കുറിച്ച് സംസാരിക്കാൻ അവസരം ലഭിച്ച ഈ അവസരത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹുവെ, കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് പഠിക്കാനുള്ള അവസരം നൽകണേ റഹ്മാനെ. നിന്നിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള അവസരം തന്ന് സഹായിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്നെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി നിന്നിലേക്ക് അടുക്കുന്ന മുത്തഖീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, തെറ്റുകളും കുറ്റങ്ങളും അറിവുകളും ഒക്കെ ഉണ്ട്. അതെല്ലാം അറിവുകൾ കുറഞ്ഞ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും വരുന്ന തെറ്റുകളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ, ദീനിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സത്യവിശ്വാസികൾ ഉൾപ്പെടാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ, റമദാൻ ഞങ്ങൾക്ക് വിരുദ്ധമായി, ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരു ദുരവസ്ഥ ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കും